അങ്ങനെ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഞങ്ങളുടെ വാഹനം സൈഡിൽ ഒതുക്കേണ്ടി വന്നു, കാരണം മേളിലേക്ക് വണ്ടി പോകുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരു ഓട്ടോയിലേക്ക് മാറ്റി കയറ്റി ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് മുകളിൽ കയറി വെയിറ്റ് ചെയ്യണം, കാരണം ഓട്ടോ എന്ത് ചെയ്തിട്ട് കയറുന്നുണ്ടായിരുന്നില്ല. വഴിയിൽ കല്ലെല്ലാം പെറുക്കിയിട്ടിട്ടാട്ടോ ഓട്ടോറിക്ഷ തള്ളി കയറ്റിയത്. ഇന്ന് കാലാവസ്ഥ അത്ര പോരായിരുന്നു കേട്ടോ, കാരണം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. വഴികളെല്ലാം ഭയങ്കര ചെളിയായിട്ട് ഗട്ടർ റോഡുമായിട്ട് നമുക്ക് യാത്ര ഭയങ്കര ദുർഘടമായിരുന്നു. ചെളിയും കുഴിയുമായിട്ട് മഴയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങളവിടെ അവിടെ കുട്ടികൾക്കുള്ള ഭക്ഷണം കൊണ്ട് അവിടെ ചെന്നു. എല്ലാവരും സാധനങ്ങളെല്ലാം എടുത്ത് കുട്ടികളിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എല്ലാവരും ചിലപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഏറെക്കുറെ സംഭവങ്ങളും. അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എന്നൊക്കെയുണ്ട് വിശേഷം? ആഹാ, എന്നെ മറന്നിട്ടില്ലല്ലേ? സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ എന്നെ അറിയാവോ? ആഹാ, ഞാൻ വിചാരിച്ച എല്ലാവരും എന്നെ മറന്നു പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഉറപ്പായിട്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ട്രൈബൽ സ്കൂളിലെ കിച്ചണാണ് കേട്ടോ. അവിടെ ഗീത ഉണ്ടായിരുന്നു. അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ടീച്ചറാണ് കേട്ടോ ഗീത. ഗീത പാത്രമെല്ലാം എടുത്ത് ഫുഡ് വിളമ്പാനായിട്ട് പോവുകയാണ്. നമ്മൾ ഭക്ഷണമെല്ലാം എടുത്ത് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഓരോ പാത്രത്തിലേക്ക് വിളമ്പി നമ്മൾ കുഞ്ഞുങ്ങളിരിക്കുന്ന ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും എല്ലാവരുടെ ആദ്യം തന്നെ ഞാനൊരു സോറി പറയുകയാണ്. 3-4 ദിവസം ഡിലേ ആയിപ്പോയതിൽ മറ്റൊന്നും ആയിരുന്നില്ല. ശനി ഞായർ തിങ്കൾ അവധിയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ദിവസം മാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3-4 ദിവസത്തെ അവധി, അതായത് ഫുഡ് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ മാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു 3-4 ദിവസം ഡിലേ വന്നത്. മനഃപൂർവ്വമല്ല. എല്ലാവരോടും ക്യാഷ് വാങ്ങിയിട്ട് ഞാനെന്താ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ വളരെ ദുർഘടമായിരുന്നു. അത് വല്ലാത്ത മഴയും കാലാവസ്ഥയൊക്കെ ആയിരുന്നതുകൊണ്ട് പല കുഞ്ഞുങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കുള്ള ഭക്ഷണം അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണ്, കാരണം അവരെല്ലാം വീണ്ടും ഇങ്ങനെ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് എത്രമാത്രം ആവശ്യമായിരുന്നു ഈ ബിരിയാണി എന്ന്. അത് എൻ്റെ മനസ്സ് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ഈ ഭക്ഷണം തരാൻ എല്ലാവരും സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഫുഡ് എത്തിക്കാൻ പറ്റിയത് തന്നെ. സന്തോഷമായോ? സന്തോഷമായി. നിങ്ങൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് ഫുഡ് തരാൻ കാണിച്ച വലിയ മനസ്സിന് ഞാൻ അവരോടൊക്കെ നന്ദി പറയാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ് നിറച്ച് ഭക്ഷണവും നൽകി അവരുടെ മനസ്സ് നിറച്ചിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഒരു വീതം തന്നെയാണ് ഇന്ന് ആ കുട്ടികൾക്ക് ബിരിയാണി വാങ്ങി നൽകാനായി നിങ്ങൾ തന്നതെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചതും. പലരും എനിക്ക് ക്യാഷ് തികഞ്ഞോ എന്ന് ചോദിച്ചവരും തികഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും തരാമെന്ന് പറഞ്ഞവരും. ഞാൻ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് എനിക്ക് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്ന നല്ല ഹൃദയത്തിനുടമകളായിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി വാക്കുകൊണ്ടൊന്നും തീരുന്നതല്ല നിങ്ങൾ ഓരോരുത്തരും ചെയ്ത നന്മ എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ തന്ന ഈ ഉപകാരത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ നന്മയ്ക്ക് എന്ത് പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തിരികെ നൽകാനുള്ളത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയും വയറ് നിറഞ്ഞ സന്തോഷവും മാത്രമാണ്. നിങ്ങൾ തന്ന ഈ നന്മയ്ക്ക് ഓരോരുത്തരോടും നന്ദി.